പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളിപ്പോൾ പുതിയൊരു വഴിത്തിരിവിൽ വന്ന് എത്തിയിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ അർച്ചനയെ മുട്ടുകുത്തിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രലേഖയ്ക്ക്. ഇതോടെ ചന്ദ്രലേഖ ഇനി രുക്കുവിനെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് രുക്കുവിനോട് അച്ചുവുമായുള്ള നിന്റെ വിവാഹം ഞാൻ നടത്തിത്തരാം. നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യമെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല. അല്ല അമ്മേ, ഞാൻ വിചാരിച്ചു ഈ കാര്യം നിങ്ങൾ അറിയുകയാണ് എങ്കിൽ എന്നെ എതിർക്കാനാണ് സാധ്യത എന്ന്. എന്തിനെ എതിർക്കണം? എനിക്കൊരു പ്രശ്നവുമില്ല. അച്ചു നല്ലൊരു പയ്യനല്ലേ. നമുക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. നീ അവരോട് പെണ്ണാലോചിക്കാനായി ഇങ്ങോട്ട് വരാൻ പറ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ പറഞ്ഞ് തീർക്കാമല്ലോ. ഇതോടെ രുക്കുവിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. മാത്രവുമല്ല, രുക്കു അവിടെ നിന്ന് പോവുകയും അച്ചുവിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് പുതിയതിൻ്റെ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് ഇപ്പോൾ ചന്ദ്രലേഖ പോകാൻ തയ്യാറാകുന്നത്. തൽക്കാലത്തേക്ക് ഈ കാര്യം വിജയ് ശങ്കർ അറിയണ്ട. മാത്രവുമല്ല, അർച്ചനയെ മുമ്പിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കുക തന്നെ ഈ നീക്കത്തിലൂടെ നടത്തുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചതി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.